ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2026 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ഗലാത്തിയ 3-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളുടെ വീഡിയോയാണ്. ഒന്നാമത്തെ ചോദ്യം, ഗലാത്തിയ അധ്യായം 3-ൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? 29 വാക്യങ്ങൾ. 2, ഗലാത്തിയ 3-ാം അധ്യായത്തിലെ ആദ്യത്തെ തലക്കെട്ട് നിയമമോ വിശ്വാസമോ? 3, പൗലോസ്ലീഹ ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം ആരംഭിക്കുമ്പോൾ നടത്തുന്ന സംബോധന എന്ത്? ഭോഷന്മാരായ ഗലാത്തിയക്കാരെ. 4, യേശുക്രിസ്തു നിങ്ങളുടെ കൺമുൻപിൽ എന്തായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ എന്നാണ് പൗലോസ് ഗലാത്തിയക്കാരോട് ചോദിക്കുന്നത്? ക്രൂശിതനായി. 5, യേശുക്രിസ്തു എവിടെ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? നിങ്ങളുടെ കൺമുൻപിൽ. 6, ആര് നിങ്ങളുടെ കൺമുൻപിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? യേശുക്രിസ്തു. 7, യേശുക്രിസ്തു നിങ്ങളുടെ കൺമുൻപിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് എന്തു ചെയ്തത് എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? ആഭിചാരം ചെയ്തത്. 8, ഇതുമാത്രം നിങ്ങളിൽ നിന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതുമാത്രം? നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിന്റെ അനുഷ്ഠാനത്താലോ അതോ വിശ്വാസത്തിന്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ? 9, നിങ്ങൾ എന്ത് സ്വീകരിച്ചത് നിയമത്തിന്റെ അനുഷ്ഠാനത്താലോ അതോ വിശ്വാസത്തിന്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? ആത്മാവിനെ. 10, നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് എന്തിന്റെ അനുഷ്ഠാനത്താലോ അതോ വിശ്വാസത്തിന്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? നിയമത്തിന്റെ അനുഷ്ഠാനത്താലോ? 11, നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിന്റെ അനുഷ്ഠാനത്താലോ അതോ എന്തിന്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? വിശ്വാസത്തിന്റെ. 12, ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കുവാൻ മാത്രം ആരാണോ നിങ്ങൾ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? ഭോഷന്മാരാണോ? 13, എവിടെ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? ആത്മാവിൽ. 14, ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ എവിടെ അവസാനിപ്പിക്കാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? ശരീരത്തിൽ. പ്രിയമുള്ളവരെ, ഇതിന് സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇനിയും രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ടായിരിക്കുന്നതാണ്. ആകെ 140 മോക്ക് ടെസ്റ്റുകളാണ് നടത്തപ്പെടുന്നത്. അതോടൊപ്പം ഒരു പഠന സഹായി തയ്യാറാക്കിയിട്ടുണ്ട്. 4500ഓളം ചോദ്യോത്തരങ്ങളുള്ള ഒരു പഠന സഹായിയാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നതായിരിക്കും. 15, ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ എന്ന് ചോദിച്ചതിനെ തുടർന്ന് പൗലോസ് ചോദിക്കുന്നത് എന്ത്? നിങ്ങൾ സഹിച്ചവയത്രയും വ്യർത്ഥമായിരുന്നുവോ? തീർത്തും വ്യർത്ഥം. 16, വ്യർത്ഥമായിരുന്നുവോ? തീർത്തും വ്യർത്ഥം. എന്തിനെ കുറിച്ചാണ് പൗലോസ് ഇങ്ങനെ ചോദിക്കുന്നത്? നിങ്ങൾ സഹിച്ചവയത്രയും. 17, നിങ്ങൾ സഹിച്ചവയത്രയും എന്തായിരുന്നുവോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? വ്യർത്ഥമായിരുന്നുവോ? തീർത്തും വ്യർത്ഥം. 18, നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? നിങ്ങളുടെ നിയമാനുഷ്ഠാനം നിമിത്തമോ അതോ നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ? 19, നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും നിങ്ങളുടെ ഇടയിൽ എന്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ നിയമാനുഷ്ഠാനം നിമിത്തമോ അതോ നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? അത്ഭുതങ്ങൾ. 20, ആരു തന്നെയും ദൈവത്തെ വിശ്വസിച്ചു എന്നാണ് പൗലോസ് പറയുന്നത്? അബ്രാഹം. 21, അബ്രാഹം ദൈവത്തെ എന്തു ചെയ്തു എന്നാണ് പൗലോസ് പറയുന്നത്? വിശ്വസിച്ചു. 22,
അബ്രാഹാം തന്നെയും ദൈവത്തെ വിശ്വസിച്ചു, അതവന് എന്തായി പരിഗണിക്കപ്പെട്ടു? നീതിയായി. 23 അബ്രാഹത്തിന് നീതിയായി പരിഗണിക്കപ്പെട്ടതെന്ത്? ദൈവത്തെ വിശ്വസിച്ചത്. 24 ആരെ വിശ്വസിച്ചതാണ് അബ്രാഹത്തിന് നീതിയായി പരിഗണിക്കപ്പെട്ടത്? ദൈവത്തെ. 25 ഗലാത്തിയ 3 അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങളിൽ പൗലോസ് ഗലാത്തിയക്കാരോട് എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്? 5 ചോദ്യങ്ങൾ. 26 അബ്രഹാം തന്നെയും ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അതിനാൽ വിശ്വാസമുള്ളവർ ആരാണ്? അബ്രഹാത്തിന്റെ മക്കൾ. 27 എങ്ങനെയുള്ളവരാണ് അബ്രാഹത്തിന്റെ മക്കൾ? വിശ്വാസമുള്ളവർ. 28 നിങ്ങൾ എന്തു മനസ്സിലാക്കണം എന്നാണ് ഗലാത്യക്കാരോട് പൗലോസ് പറയുന്നത്? വിശ്വാസമുള്ളവരാണ് അബ്രാഹത്തിന്റെ മക്കൾ എന്ന്. 29 വിജാതീയരെ ദൈവം നീതീകരിക്കുന്നത് എങ്ങനെ? വിശ്വാസം വഴി. 30 നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രഹാത്തെ അറിയിച്ചിട്ടുള്ളതാര്? വിശുദ്ധ ഗ്രന്ഥം. 31 നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രാഹത്തെ വിശുദ്ധ ഗ്രന്ഥം മുൻകൂട്ടി അറിയിച്ചത് എന്ത് കണ്ടുകൊണ്ടാണ്? വിജാതീയരെ വിശ്വാസം വഴി ദൈവം നീതീകരിക്കുമെന്ന്. 32 നിന്നിൽ ആരെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്തയാണ് വിശുദ്ധ ഗ്രന്ഥം നേരത്തെ തന്നെ അബ്രാഹത്തെ അറിയിച്ചിട്ടുള്ളത്? ജനതകളെല്ലാം. 33 നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത നേരത്തെ തന്നെ വിശുദ്ധ ഗ്രന്ഥം മുൻകൂട്ടി അറിയിച്ചിട്ടുള്ളതാരെ? അബ്രാഹത്തെ. 34 വിശ്വാസമുള്ളവർ ആരോടൊപ്പമാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്? വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത്. 35 വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നത് ആര്? വിശ്വാസമുള്ളവർ. നിയമാനുഷ്ഠാനത്തിൽ ആശ്രയമർപ്പിക്കുന്ന എല്ലാവരും എന്തിന് വിധേയരാണ്? ശാപത്തിന്. 37 ശാപത്തിന് വിധേയരായിരിക്കുന്നത് ആര്? നിയമാനുഷ്ഠാനത്തിൽ ആശ്രയമർപ്പിക്കുന്ന എല്ലാവരും. 38 നിയമാനുഷ്ഠാനത്തിൽ എന്തർപ്പിക്കുന്ന എല്ലാവരുമാണ് ശാപത്തിന് വിധേയരായിരിക്കുന്നത്? ആശ്രയം. 39 നിയമാനുഷ്ഠാനത്തിൽ ആശ്രയമർപ്പിക്കുന്ന എല്ലാവരും ശാപത്തിന് വിധേയരാണ് എന്ന് പറയാൻ കാരണമെന്ത്? നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. 40 എവിടെ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ ആണെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് നിയമഗ്രന്ഥത്തിൽ. 41 നിയമഗ്രന്ഥത്തിൽ എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നത് എല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ ആണെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അതായത് നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. 42 ഒരുവനും ദൈവസന്നിധിയിൽ എന്തുവഴി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ്? നിയമം വഴി. 43 ഒരുവനും നിയമം വഴി ആരുടെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല? ദൈവസന്നിധിയിൽ. 44 ഒരുവനും ദൈവസന്നിധിയിൽ നിയമം വഴി എന്തു ചെയ്യപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ്? നീതീകരിക്കപ്പെടുന്നില്ല. 45 ഒരുവനും ദൈവസന്നിധിയിൽ നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമായിരിക്കുന്നത് എന്തുകൊണ്ട്? നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക. 46 നീതിമാൻ എങ്ങനെയാണ് ജീവിക്കുക? വിശ്വാസം വഴി. 47 വിശ്വാസം വഴി ജീവിക്കുന്നതാര്? നീതിമാൻ. 48 നിയമത്തിന്റെ അടിസ്ഥാനം എന്തല്ല? വിശ്വാസം. 49 വിശ്വാസം എന്തിന്റെ അടിസ്ഥാനമല്ല? നിയമത്തിന്റെ. 50 അവ അനുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും. ഏവ നിയമം. 51 നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചതാര്? ക്രിസ്തു. 52 ക്രിസ്തു നമ്മെ രക്ഷിച്ചത് എങ്ങനെ? നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട്. 53 നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട്
ക്രിസ്തു നമ്മെ എവിടെ നിന്നാണ് രക്ഷിച്ചത്? നിയമത്തിന്റെ ശാപത്തിൽ നിന്ന്. 54 ക്രിസ്തു ആരെ പ്രതിയാണ് ശപിക്കപ്പെട്ടവനായി തീർന്നത്? നമ്മെ പ്രതി. 55 ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു എന്ന് പറയാൻ കാരണമെന്ത്? മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. 56 ആരാണ് ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നത്? മരത്തിൽ തൂക്കപ്പെട്ടവൻ. 57 അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം വിജാതീയരിലേക്ക് വ്യാപിക്കുന്നത് എങ്ങനെ? യേശുക്രിസ്തു വഴി. 58 ആർക്ക് ലഭിച്ച അനുഗ്രഹമാണ് യേശുക്രിസ്തു വഴി വിജാതീയരിലേക്കും വ്യാപിക്കുന്നത്? അബ്രാഹത്തിന്. 59 അബ്രാഹത്തിന് ലഭിച്ച എന്താണ് യേശുക്രിസ്തു വഴി വിജാതീയരിലേക്കും വ്യാപിക്കുന്നത്? അനുഗ്രഹം. 60 ആത്മാവിന്റെ വാഗ്ദാനം നമ്മൾ പ്രാപിക്കേണ്ടത് എപ്രകാരം? വിശ്വാസം വഴി. 61 വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടത് എന്ത്? ആത്മാവിന്റെ വാഗ്ദാനം. 62 ഗലാത്തിയ 3-ാം അധ്യായത്തിലെ 2-ാമത്തെ തലക്കെട്ട് നിയമവും വാഗ്ദാനവും. 63 ഗലാത്തിയ 3:15 സംബോധന എന്ത്? സഹോദരരെ. 64 ഗലാത്തിയ 3:15 പറയുന്ന മനുഷ്യ സാധാരണമായ ഒരു ഉദാഹരണം എന്ത്? ഒരുവന്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിനു ശേഷം ആരും അത് അസാധുവാക്കുകയോ അതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല. 65 ഒരുവന്റെ എന്ത് ഒരിക്കൽ സ്ഥിരീകരിച്ചതിനു ശേഷം ആരും അത് അസാധുവാക്കുകയോ അതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല. ഉടമ്പടി. 66 ഒരുവന്റെ ഉടമ്പടി ഒരിക്കൽ എന്തു ചെയ്തതിനു ശേഷം ആരും അത് അസാധുവാക്കുകയോ അതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല. സ്വീകരിച്ചതിനു ശേഷം. 67 ഒരുവന്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിനു ശേഷം ആരും ചെയ്യാറില്ലാത്തത് എന്തെല്ലാം? അസാധുവാക്കുകയോ അതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ഇല്ല. 68 വാഗ്ദാനങ്ങൾ ലഭിച്ചത് ആർക്കെല്ലാമായിട്ടാണ്? അബ്രാഹത്തിനും അവന്റെ സന്തതിക്കും. 69 അബ്രാഹത്തിനും അവന്റെ സന്തതിക്കുമായി ലഭിച്ചതെന്ത്? വാഗ്ദാനങ്ങൾ. 70 വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രാഹത്തിനും അവന്റെ സന്തതിക്കുമായിട്ടാണ്. പലരെ ഉദ്ദേശിച്ച് എന്ത് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. സന്തതികൾക്ക് എന്ന് പറഞ്ഞിട്ടില്ല. 71 വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രാഹത്തിനും അവന്റെ സന്തതിക്കുമായിട്ടാണ്. പലരെ ഉദ്ദേശിച്ച് സന്തതികൾ എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. പ്രത്യുത ആരെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒരുവനെ. 72 ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ ഉദ്ദേശിച്ചാണ്? ക്രിസ്തുവിനെ. 73 എത്ര വർഷങ്ങൾക്കു ശേഷം നിലവിൽ വന്ന നിയമം ദൈവം പണ്ടുതന്നെ സ്ഥിരീകരിച്ച ഉടമ്പടിയെ വാഗ്ദാനത്തെ നീക്കിക്കളയത്തക്ക വിധം അസാധുവാക്കുകയില്ല? 430 വർഷങ്ങൾക്ക് ശേഷം. 74 430 വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം ദൈവം പണ്ടുതന്നെ സ്ഥിരീകരിച്ച എന്തിനെ നീക്കിക്കളയത്തക്ക വിധം അസാധുവാക്കുകയില്ല? ഉടമ്പടിയെ, വാഗ്ദാനത്തെ. 75 430 വർഷങ്ങൾക്കു ശേഷം നിലവിൽ വന്ന നിയമം ദൈവം പണ്ടുതന്നെ സ്ഥിരീകരിച്ച ഉടമ്പടിയെ, വാഗ്ദാനത്തെ എന്തു ചെയ്യത്തക്ക വിധം അസാധുവാക്കുകയില്ല? നീക്കിക്കളയത്തക്ക വിധം. 76 430 വർഷങ്ങൾക്കു ശേഷം നിലവിൽ വന്ന നിയമം ദൈവം പണ്ടുതന്നെ സ്ഥിരീകരിച്ച ഉടമ്പടിയെ, വാഗ്ദാനത്തെ നീക്കിക്കളയത്തക്ക വിധം അസാധുവാക്കുകയില്ല. എന്തുകൊണ്ട്? പാരമ്പര്യ അവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നത് എങ്കിൽ അതൊരിക്കലും വാഗ്ദാനത്തിൽ നിന്ന് ആയിരിക്കുകയില്ല. 77 ഒരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കുകയില്ല എന്ന് പറയുന്നത് എന്ത്? പാരമ്പര്യ അവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ. 78 പാരമ്പര്യ അവകാശം നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നത് എങ്കിൽ അതൊരിക്കലും എന്തിൽ നിന്നായിരിക്കുകയില്ല? വാഗ്ദാനത്തിൽ നിന്ന് ആയിരിക്കുകയില്ല. 79 ദൈവം അബ്രാഹത്തിന് അത് നൽകിയത് വാഗ്ദാനം വഴിയാണ്. ഏത്? പാരമ്പര്യ അവകാശം. 80 ദൈവം അബ്രാഹത്തിന് പാരമ്പര്യ അവകാശം നൽകിയത് എന്തു വഴിയാണ്?
വാഗ്ദാനം വഴി. 81 ദൈവം അബ്രാഹത്തിന് വാഗ്ദാനം വഴി നൽകിയത് എന്ത്? പാരമ്പര്യ അവകാശം. 82 അബ്രാഹത്തിന് വാഗ്ദാനം വഴി പാരമ്പര്യ അവകാശം നൽകിയത് ആര്? ദൈവം. 83 ദൈവം അബ്രാഹത്തിന് അത് നൽകിയത് വാഗ്ദാനം വഴിയാണ്. പിന്നെ എന്തിനാണ് ഡാഷ് ഗലാത്തിയ 3:18 പ്രകാരം പൂരിപ്പിക്കുക? നിയമം. 84 വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം എന്തു നൽകപ്പെട്ടു? നിയമം. 85 വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ എന്തു നിമിത്തമാണ് നിയമം നൽകപ്പെട്ടത്? പാപങ്ങൾ നിമിത്തം. 86 എന്ത് സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു? വാഗ്ദാനം. 87 വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു. ദൈവദൂതന്മാർ വഴി. ആരിലൂടെയാണ് അത് വിളംബരം ചെയ്യപ്പെട്ടത്? ഒരു മധ്യവർത്തിയിലൂടെ. 88 വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു. ആര് വഴി? ഒരു മധ്യവർത്തിയിലൂടെയാണ് അത് വിളംബരം ചെയ്യപ്പെട്ടത്. ദൈവദൂതന്മാർ വഴി. 89 വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു. ദൈവദൂതന്മാർ വഴി ഒരു മധ്യവർത്തിയിലൂടെ അത് എന്തു ചെയ്യപ്പെട്ടു? വിളംബരം ചെയ്യപ്പെട്ടു. 90 മധ്യവർത്തി ആവശ്യമായിരുന്നത് എപ്പോൾ? ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ. 91 ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ ആരുടെ ആവശ്യമുള്ളൂ? മധ്യവർത്തിയുടെ. 92 ഏകനായിരിക്കുന്നത് ആര്? ദൈവം. 93 ഗലാത്തിയ 3:20 പ്രകാരം ദൈവം ആരാണ്? ഏകനാണ്. 94 ഗലാത്തിയ 3-ാം അധ്യായത്തിലെ 3-ാമത്തെ തലക്കെട്ട് നിയമത്തിന്റെ ഉദ്ദേശം. 95 ഗലാത്തിയ 3:21 പൗലോസ് ചോദിക്കുന്ന ചോദ്യം എന്ത്? അങ്ങനെയെങ്കിൽ നിയമം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണോ? 96 നിയമം ദൈവത്തിന്റെ എന്തിന് വിരുദ്ധമാണോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? വാഗ്ദാനങ്ങൾക്ക്. 97 എന്ത് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്? നിയമം. 98 അങ്ങനെയെങ്കിൽ നിയമം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണോ എന്ന പൗലോസിന്റെ ചോദ്യത്തിന് പൗലോസ് തന്നെ നൽകുന്ന ഉത്തരം എന്ത്? ഒരിക്കലുമല്ല. 99 ജീവദായകമായ ഒരു നിയമം നിലവിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നത് എന്ത്? നീതി. 100 എന്ത് നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു? ജീവദായകമായ ഒരു നിയമം. 101 ജീവദായകമായ ഒരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും എന്തുവഴി ഉണ്ടാകുമായിരുന്നു? ആ നിയമം വഴി. 102 യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് പ്രഖ്യാപിച്ചതാര്? വിശുദ്ധ ഗ്രന്ഥം. 103 ആരിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു? യേശുക്രിസ്തുവിൽ. 104 യേശുക്രിസ്തുവിലുള്ള എന്തുവഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു? വിശ്വാസം വഴി. 105 യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ എന്തു പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു? വാഗ്ദാനം വഴി. 106 വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തിന്റെ കാവലിലായിരുന്നു? നിയമത്തിന്റെ. 107 നമ്മൾ നിയമത്തിന്റെ കാവലിലായിരുന്നത് എപ്പോൾ? വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുമ്പ്. 108 എന്ത് ആവിർഭവിക്കുന്നതിന് മുമ്പാണ് നമ്മൾ നിയമത്തിന്റെ കാവലിലായിരുന്നത്? വിശ്വാസം. 109 എന്ത് വെളിപ്പെടുന്നത് വരെ നിയന്ത്രണാധീനരായി കഴിയുകയും ചെയ്തു? വിശ്വാസം. 110 വിശ്വാസം എന്ത് ചെയ്യുന്നതുവരെ നിയന്ത്രണാധീനരായി കഴിയുകയും ചെയ്തു? വെളിപ്പെടുന്നതുവരെ. 111 നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിന്റെ ആഗമനം വരെ നമ്മുടെ പാലകനായിരുന്നത് ആര്? നിയമം.
112 നമ്മൾ എന്തിനാൽ നീതീകരിക്കപ്പെടേണ്ടതിനാണ് ക്രിസ്തുവിന്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നത്? വിശ്വാസത്താൽ. 113 നമ്മൾ വിശ്വാസത്താൽ എന്ത് ചെയ്യപ്പെടേണ്ടതിനാണ് ക്രിസ്തുവിന്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നത്? നീതീകരിക്കപ്പെടേണ്ടതിന്. 114 ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഗതമായ നിലയ്ക്ക് നമ്മൾ ആർക്ക് അധീനരല്ല, പാലകന്. 115 ഗലാത്യ 3-ാം അധ്യായത്തിലെ 4-ാമത്തെ തലക്കെട്ട് പുത്രത്വവും അവകാശവും. 116 ആരിലുള്ള വിശ്വാസം വഴി നിങ്ങൾ എല്ലാവരും ദൈവപുത്രന്മാരാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? യേശുക്രിസ്തുവിലുള്ള. 117 യേശുക്രിസ്തുവിലുള്ള എന്തു വഴി നിങ്ങൾ എല്ലാവരും ദൈവപുത്രന്മാരാണ്? വിശ്വാസം വഴി. 118 യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങൾ എല്ലാവരും ആരാണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ദൈവപുത്രന്മാരാണ്. 119 ആരോട് ഐക്യപ്പെടാൻ വേണ്ടിയാണ് നാം എല്ലാം സ്നാനം സ്വീകരിച്ചിരിക്കുന്നത്? ക്രിസ്തുവിനോട്. 120 ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി നാം എല്ലാം സ്വീകരിച്ചിരിക്കുന്നത് എന്ത്? സ്നാനം. 121 ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നാം എല്ലാം ആരെയാണ് ധരിച്ചിരിക്കുന്നത്? ക്രിസ്തുവിനെ. 122 ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നാം എല്ലാം ക്രിസ്തുവിനെ എന്തു ചെയ്തിരിക്കുന്നു? ധരിച്ചിരിക്കുന്നു. 123 നാം എല്ലാം ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നത് എങ്ങനെ? യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ലാതെ. 124 യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ലാതെ നാം എല്ലാവരും യേശുക്രിസ്തുവിൽ എന്താണ്? ഒന്നാണ്. 125 യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ലാതെ നാം എല്ലാവരും ആരിലാണ് ഒന്നായിരിക്കുന്നത്? യേശുക്രിസ്തുവിൽ. 126 നാം ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ ആരുടെ സന്തതികളാണ്? അബ്രാഹത്തിന്റെ. 127 നാം ആർക്കുള്ളവരാണെങ്കിൽ ആണ് അബ്രാഹത്തിന്റെ സന്തതികളാകുന്നത്? ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ. 128 നാം ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ ആരാണ് സന്തതികൾ? 129 നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനമനുസരിച്ചുള്ള ഡാഷ് ഗലാത്യ 3:29 പ്രകാരം പൂരിപ്പിക്കുക, അവകാശികളുമാണ്. 130 നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനമനുസരിച്ചുള്ള ആരുമാണ്, അവകാശികളും ആണ്. ഇങ്ങനെ 130 ചോദ്യങ്ങളാണ് ഗലാത്യ അധ്യായം 3 തയ്യാറാക്കിയിട്ടുള്ളത്. പഠനസഹായിയുടെ കാര്യം പറഞ്ഞിരുന്നു. നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്ന ചോദ്യോത്തരങ്ങൾ അതുപോലെ ഒരു പഠനസഹായി ആക്കിയിട്ടുണ്ട്. 4500ഓളം ചോദ്യോത്തരങ്ങളുണ്ട്. പഠനസഹായി വാങ്ങുന്നവർക്ക് 100 മാർക്കിന്റെ 2 മോഡൽ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ ആൻസർ അയച്ചു തരുന്നുണ്ട്. അതിൽ 4 ഓപ്ഷനും ചോദ്യവും അടങ്ങുന്ന രീതിയിലാണ് 100 ചോദ്യത്തിന്റെ 2 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിട്ടുള്ളത്. അത് പരീക്ഷ എഴുതി നോക്കാൻ വേണ്ടിയിട്ടുള്ള OMR ഷീറ്റുകളും അയച്ചു തരുന്നുണ്ട്. 180ഓളം സമാന വാക്യങ്ങളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് പഠിക്കാനുള്ള 35 അധ്യായങ്ങളുടെയും ബൈബിൾ ടെക്സ്റ്റ് PDF ആക്കിയിട്ടുണ്ട്. അത് PDF ആയിട്ട് വേണമെങ്കിൽ പുസ്തകം വാങ്ങുന്നവർക്കെല്ലാം അങ്ങനെ അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഇനി അതിന്റെ പ്രിന്റ് ആവശ്യമുണ്ടെങ്കിൽ ഏകദേശം 100ഓളം പേജസ് ഉണ്ട്. അതിന്റെ കോപ്പി എടുക്കുന്നതിന്റെ ഒരു ചാർജ് കൂടി അയച്ചു തന്നാൽ പുസ്തകത്തോടൊപ്പം തന്നെ പ്രിന്റ് ഔട്ടും അയച്ചു തരുന്നതായിരിക്കും. ഇതിന് സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. ആകെ 140 മോക്ക് ടെസ്റ്റുകളാണ് നടത്തുന്നത്. അതിൽ 34 എണ്ണം കഴിഞ്ഞു. ഇനിയും 106 മോക്ക് ടെസ്റ്റുകൾ അവശേഷിക്കുന്നുണ്ട്. ആ മോക്ക് ടെസ്റ്റുകളിൽ പങ്കെടുക്കാനും പഴയ മോക്ക് ടെസ്റ്റുകളുടെ ലിങ്ക് ലഭിക്കാനും എത്രയും വേഗം തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പ്രിയമുള്ളവരെ, വളരെ സമഗ്രമായി സമീഡിയയിലൂടെ ലോഗോസ് ക്വിസിന്റെ പഠനം നമ്മൾ നടത്തുന്നുണ്ട്. പരീക്ഷ എഴുതുന്ന മുഴുവൻ ആളുകൾക്കും 80 മാർക്കിൽ കൂടുതൽ കിട്ടണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. നമ്മുടെ പഠനസഹായിയും വീഡിയോയും ഒക്കെ കണ്ടും വായിച്ചും ഒക്കെ പഠിക്കുന്നവർക്ക് 90 മാർക്കിൽ കൂടുതൽ കിട്ടും എന്ന് ഏറെക്കുറെ നമുക്ക് ഉറപ്പാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയി എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും നന്നായി പഠിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുക. ഏതെങ്കിലും കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഗലാത്യ നമുക്കത്ര
പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഭാഗമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് പരമാവധി അത് ലളിതമായി മനസ്സിലാക്കി പഠിക്കാനായി പരിശ്രമിക്കാം. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.